ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ് ജോബ് കോസ്റ്റിംഗ്. അതായത് കോൺട്രാക്റ്റ് കോസ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറി പാർട്ടാണ്, ഒരു ചെറിയ തിയറി പാർട്ടാണ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വരെ പറഞ്ഞത് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഭാഗമാണ് ജോബ് കോസ്റ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ജോബ് കോസ്റ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോസ്റ്റ് കാൽക്കുലേഷൻ ഓഫ് എ ജോബ് ഓർ എ വർക്ക്. അതായത് എന്തെങ്കിലും ഒരു ജോബ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ അതിന് വന്നിട്ടുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ജോബ് കോസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിൽ അതിൻ്റെ ഫിനിഷിംഗ് വർക്ക്, അതായത് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്, അതൊരു വർക്കാണ് അല്ലെങ്കിൽ അതൊരു ജോബാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ കുറേ ദിവസത്തെ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ആ ഒരു ജോബ് ഫിനിഷായപ്പോൾ അതിന് എത്ര കോസ്റ്റ് വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ജോബ് കോസ്റ്റിംഗ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല വർക്കുകളുണ്ടാകും. ഇപ്പോൾ ബിൽഡിംഗ് അല്ലെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സീലിംഗ് വർക്ക്, മറ്റ് ഇൻറ്റീരിയർ വർക്കുകൾ, പെയിൻറ്റിങ്സ്, ഫ്ലോറിങ്സ്, പല രീതിയിലുള്ള വർക്കുകളുണ്ട്. അതൊക്കെ ഓരോ പെർട്ടിക്കുലർ ജോബുകളാണ്, പെർട്ടിക്കുലർ വർക്കുകളാണ്. അപ്പോൾ അതിനൊക്കെ ഒരു കോസ്റ്റ് കാൽക്കുലേഷൻ ഉണ്ട്. മെയിനായിട്ട് ഇതിലൊക്കെ ഉള്ള ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റുകളാണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, കുറേ ദിവസങ്ങൾ വെച്ചിട്ടായിരിക്കും ആ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ ഓരോ വർക്കുകളും ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്കാരം, ടേംസിലേക്കാരം. ചിലത് കോൺട്രാക്റ്റ് ആയിട്ട് എടുക്കാറുണ്ട്. വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ വർക്ക് ഇത്ര രൂപയ്ക്ക് ചെയ്തു തരാം. അല്ലെങ്കിൽ ചിലർ സ്ക്വയർ ഫീറ്റ് കണക്കിലേക്കാരം. ഫ്ലോറിങ്സ് ഒക്കെ ആണെങ്കിൽ സ്ക്വയർ ഫീറ്റ് കണക്കിലായിരിക്കും. ചിലത് ഡെയിലി വേജസ് രൂപത്തിലായിരിക്കും. ചിലത് യൂണിറ്റ്, ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ വർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ലൈറ്റ് പോയിൻറ്റിൻ്റെ എണ്ണം കണക്കൂട്ടിയിട്ടായിരിക്കും. അപ്പോൾ പല നാച്ചുറലാണ് അതിൻ്റെ വർക്ക് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഏത് നാച്ചുറലാണെങ്കിലും അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണുന്ന ഒരു സിസ്റ്റമാണ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ സ്ക്രീനിൽ കാണാൻ പറ്റും. ഫീച്ചേഴ്സ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഒന്നാമത്, പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൻ അഗൈൻസ്റ്റ് കസ്റ്റമേഴ്സ് ഓർഡർ ഓർ സ്പെസിഫിക്കേഷൻ. അതായത് ഈ വർക്ക് ചെയ്യണത് ചിലപ്പോൾ പ്രൊഡക്ഷനും ആവാം, എന്തെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് കമ്പനി ആണെങ്കിൽ ഇത്ര യൂണിറ്റ് ഡ്രസ്സുകൾ ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം, അതും ഒരു വർക്കാണ്. അപ്പോൾ അതൊരു പ്രൊഡക്ഷൻ നടത്തണം. അവർ ക്ലോത്ത് വെച്ചിട്ട് ഷർട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രസ്സ് ഐറ്റംസ് അവർ സ്റ്റിച്ച് ചെയ്ത് തരികയാണ്. അപ്പോൾ അതും ഒരു പ്രൊഡക്ഷൻ ഓർഡറാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഓർഡർ ഈസ് അണ്ടർടേക്കൻ അഗൈൻസ്റ്റ് കസ്റ്റമേഴ്സ് ഓർഡർ ആൻഡ് സ്പെസിഫിക്കേഷൻ. കസ്റ്റമറുടെ ആവശ്യങ്ങൾ പ്രകാരമാണ് എന്ത് ചെയ്യണത്, ഈ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നത്. കസ്റ്റമർക്ക് എന്ത് റിക്വയർമെൻറ്റ്, ഇന്ന രൂപത്തിലാവണം, ഇന്ന ആകൃതിയിലാവണം, ഇന്ന കളറിലാവണം എന്നുള്ള എന്ത് ചെയ്യും, കസ്റ്റമർക്ക് ആവശ്യപ്പെടാം. ആ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. ദെൻ സെക്കൻഡ്, ജോബ് ഹാസ് ബീൻ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ജോലിക്കും അതിൻ്റേതായ സ്വഭാവ സവിശേഷതകളുണ്ട്. ദെൻ ഈച്ച് ജോബ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഓരോ ജോലിയും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാ ജോബും ഒരേപോലെ അല്ല. ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്, മറ്റേ സ്റ്റിച്ചിങ് വർക്കാണ് അതിന് അതിൻ്റേതായ രീതിയുണ്ട്. അപ്പോൾ ഓരോന്നും വ്യത്യസ്തമാണ്. ദെൻ ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓരോന്നിനും ഓരോ കോസ്റ്റായാണ് ട്രീറ്റ് ചെയ്യണത്. ഒരു കമ്പനി തന്നെ ചിലപ്പോൾ പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ടാവും. ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നതുണ്ടാവും, ചിലപ്പോൾ അവർ ഫ്ലോറിങ്സ്, ചിലപ്പോൾ പെയിൻറ്റിങ്സ്, എല്ലാം ഒരേ കമ്പനിക്ക് തന്നെ വർക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും അവരെന്ത് ചെയ്യണം, പ്രത്യേകം കോസ്റ്റ് യൂണിറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത്, കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ഈസ് അസർട്ടൈൻഡ് സെപ്പറേറ്റ്ലി. അതായത് ഓരോ ജോലിക്കും നേരത്തെ പറഞ്ഞ പോലെ ഓരോ കോസ്റ്റ് കാൽക്കുലേഷനാണ് നടത്തുന്നത്. എല്ലാം ബന്ധപ്പെടുത്തിയിട്ടല്ല, ഓരോന്നിനും സെപ്പറേറ്റ് ആണ് കാണുന്നത്. ദെൻ എ സെപ്പറേറ്റ് കോസ്റ്റ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ ജോബ്. അവർ കോസ്റ്റ് കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി ഓരോ ജോലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ കോസ്റ്റ് ഷീറ്റിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ യൂണിറ്റ് കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞതാണ്. അതേപോലുള്ള ഒരു കോസ്റ്റ് ഷീറ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്, പ്രൈം കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ് പോലുള്ള ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ജോബിനും പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഈച്ച് ജോബ് ഈസ് അലോട്ടഡ് എ ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ. ഓരോ ജോലിക്കും എന്ത് ചെയ്യുന്നുണ്ട്, അവരോരോ നമ്പർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർക്കൊരു 5 ഓർഡർ കിട്ടണം. അപ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ ഓരോ ജോലിക്കും എന്ത് ചെയ്തു, ഓരോ ഓർഡർ നമ്പർ ഇട്ടിട്ടുണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ഈസ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ജോബ്. ആ ജോബിൻ്റെ ടോട്ടൽ കോസ്റ്റ് നിർണ്ണയിക്കുന്നത് ആ വർക്ക് തീരുന്നതിന് ശേഷമാണ്. അതിന് എത്ര ചിലവായി എന്നുള്ളത് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി
അഡ്വാൻറ്റേജസ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. അതിൽ ഒന്നാമത്, ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടൈൻ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് ജോബ് സെപ്പറേറ്റ്ലി. നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഗുണങ്ങളിൽ പറഞ്ഞത് ഒന്നാമതാണ് ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടൈൻ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് ജോബ് സെപ്പറേറ്റ്ലി. ഓരോ ജോബിനും അതിന് എത്രയാണ് കോസ്റ്റ് വന്നത്, അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് സെപ്പറേറ്റ് കാണണം. എന്നാലും ആ ഒരു വർക്കിൽ നിന്ന് പ്രോഫിറ്റാണോ ലോസാണോ ഉണ്ടാകുക. ചിലപ്പോൾ ലാഭമായിട്ട് വരാം. പെയിൻറ്റിങ് വർക്കുകളൊക്കെ ചിലപ്പോൾ അവർ ലേബറിൻ്റെ എണ്ണം കണക്കൂട്ടിയിട്ടായിരിക്കും കരാറെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ കരാറെടുത്തതിനേക്കാളും കൂടുതൽ ലേബർ കോസ്റ്റ് അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലോസിലാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റാണോ ലോസ് ആണോ എന്ന് അറിയണമെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് കോസ്റ്റ് കാൽക്കുലേഷൻ നടത്തണം. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്റ്റിങ്സ് പ്രോഫിറ്റബിൾ ജോബ്സ് ആൻഡ് അൺപ്രോഫിറ്റബിൾ ജോബ്സ്. അതായത് ഇങ്ങനെ ജോബ് കോസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഏതാണ് കൂടുതൽ ലാഭകരമായിട്ടുള്ള ജോബ് എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രോഫിറ്റബിൾ ഏതാ അൺപ്രോഫിറ്റബിൾ ഏതാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും. ഇനി തേർഡ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഹെൽപ്സ് ടു പ്രിപ്പയർ എസ്റ്റിമേറ്റ്സ് ഫോർ സെൻഡിങ് കൊട്ടേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇനി ആരെങ്കിലും ഒരു വർക്ക് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഇത്ര എമൗണ്ട് വരും എന്നുള്ളൊരു കൊട്ടേഷനായിട്ട് നൽകാൻ പറ്റും. ആദ്യം തന്നെ ചിലപ്പോൾ കസ്റ്റമർ വർക്ക് ഓർഡർ കൊടുത്തോളണം എന്നില്ല, അതിന് എത്ര റേറ്റ് വരും എന്ന് കൺഫേം ആക്കിയിട്ടാണ് എന്ത് ചെയ്യുക അവർ ഓർഡർ കൊടുക്കുക. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യും, കസ്റ്റമർക്ക് വേണ്ട രീതിയിലൊരു കൊട്ടേഷൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ജോബ് കോസ്റ്റിംഗ് ചെയ്താൽ. അടുത്ത് പറയുന്നത് ഫോർത്ത്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാനിങ്. അതായത് ഭാവിയിലേക്കുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ് ഇതുകൊണ്ട് കൂടി ചെയ്യാൻ പറ്റും. ഭാവിയിലേക്കുള്ള ഫ്യൂച്ചറിലേക്കുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ബൈ എലമെൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്. അതായത് കോസ്റ്റിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട്, മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്, ഇതാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഇതിന് ഓരോന്നിനും എത്രയൊക്കെയാണ് എക്സ്പെൻസ് വരുന്നതെന്നുള്ളത് പ്രത്യേകമായിട്ട് ഇതിൽ അനാലിസിസ് നടത്താൻ പറ്റും. നെക്സ്റ്റ്, കോസ്റ്റ് ഡാറ്റ അണ്ടർ ജോബ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് ഫോർ ഫ്യൂച്ചർ. അതായത് കമ്പനിക്ക് ഭാവിയിലേക്കുള്ള ബഡ്ജറ്റുകൾ, ഇനി അവർക്ക് എത്ര വർക്ക് ഓർഡർ കിട്ടണം, അവർക്ക് എത്ര ഓർഡറുകൾ പിടിക്കണം എന്നുള്ള പോലുള്ള ഫ്യൂച്ചർ ബഡ്ജറ്റുകൾ ഇതിനോടുകൂടി തയ്യാറാക്കാൻ പറ്റും. സെവൻത്ത്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് പ്രൈസ് ഓഫ് സ്പെഷ്യൽ ഓർഡേഴ്സ്. ഓരോ ഓർഡറിനും ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് കോമ്പറ്റീറ്റീവാണ് വേൾഡിലുള്ള എല്ലാ ബിസിനസ്സും. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ പ്രൈസുകൾ ഫിക്സ് ചെയ്യേണ്ട ഒരു ഓർഡർ കിട്ടണമെങ്കിൽ, അപ്പോൾ ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഇവർക്ക് കോസ്റ്റ് കാൽക്കുലേഷൻ നടത്തണം. അപ്പോൾ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക, സ്പെഷ്യൽ പ്രൈസുകൾ ഫിക്സ് ചെയ്യുക, ഓർഡറുകൾ മാക്സിമം പിടിച്ചെടുക്കാൻ പറ്റും. ദെൻ ലാസ്റ്റ് 8th വൺ, ഇറ്റ് ഹെൽപ്സ് കോസ്റ്റ് കൺട്രോൾ ബൈ കമ്പയറിങ് ആക്ച്വൽ വിത്ത് എസ്റ്റിമേറ്റ്സ്. അതായത് അവർക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് അവർ മുന്നേ ഒരു സ്റ്റാൻഡേർഡ് ഇത്ര കോസ്റ്റ് ഇതിന് വരാൻ പാടുള്ളൂ എന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ടാവും. പിന്നെ യഥാർത്ഥത്തിൽ വർക്ക് ഫിനിഷ് ചെയ്തപ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഡീവിയേഷൻസ് സംഭവിക്കാം. എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ സംഭവിച്ചേക്കാം, ചിലപ്പോൾ കുറവ് സംഭവിച്ചേക്കാം. അപ്പോൾ കൂടുതൽ സംഭവിച്ചേക്കണമെങ്കിൽ അത് അവർക്ക് അൺഫേവറബിളാണ്. അപ്പോൾ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആക്ച്വലി എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ജോബ് കോസ്റ്റിങ്ങിലൂടെ അത് കോസ്റ്റ് കൺട്രോളിങ്ങിന് സാധ്യമാവും. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ജോബ് കോസ്റ്റിംഗ് പറയണത്. ഇനി ജോബ് കോസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതും കൂടിയാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് പറയാനുള്ളത്. ജോബ് കോസ്റ്റിംഗ് പ്രൊസീജിയർ, എങ്ങനെയാണ് ജോബ് കോസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ്, 7 സ്റ്റെപ്സ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയണത്, ഫസ്റ്റ് വൺ, റിസീവിങ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻ. അതായത് ഒരു വർക്ക് ഓർഡറിന് ആദ്യം സംഭവിക്കണം എന്താണ്, അതിനെക്കുറിച്ചൊരു എൻക്വയറി വരികയാണ്. ഇപ്പോൾ ഒരു പെയിൻറ്റിങ് വർക്കാണെങ്കിൽ കസ്റ്റമർ ആദ്യം ഈ കമ്പനിയോടൊന്ന് അന്വേഷിക്കും അതിനെപ്പറ്റി. പിന്നെ അതുപോലെ തന്നെ അതിന് എത്ര വരും എന്നുള്ളൊരു കൊട്ടേഷൻ കൊടുക്കാൻ പറയും. ഇതാണ് ഫസ്റ്റായിട്ട് നടക്കുന്നത് ഒരു ജോബ് പോസ്റ്റിങ്ങിൽ. സെക്കൻഡ് വൺ, റിസീവിങ് ഓഫ് ഓർഡർ. അതായത് കൊട്ടേഷനും അതിൻ്റെ രൂപങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഓക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അത് വർക്ക് ഓർഡർ നൽകും, വർക്ക് കൊടുക്കാനുള്ള ആ ഒരു അനുമതി നൽകും. അതാണ് റിസീവിങ് ഓഫ് ഓർഡർ, അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഓർഡർ കിട്ടുകയാണ്. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഓർഡർ. അവരെന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ, അപ്പോൾ പെയിൻറ്റിങ് വർക്കൊക്കെ ആണെങ്കിൽ പെയിൻറ്റ് ചെയ്യാനുള്ള പ്രവർത്തനം ചെയ്യുക, അതാണ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ സ്റ്റിച്ചിങ് വർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഫ്ലോറിങ് ഇടൽ എന്തെങ്കിലുമുള്ള വർക്കാണെങ്കിൽ അതെന്ത് ചെയ്യണം, അത് ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യുക, അതാണ്
പ്രൊഡക്ഷൻ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അലോട്ടിങ് പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ, അതായത് ഓരോ ജോബ് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ചിലപ്പോൾ ജോബുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ജോബിനും ഓരോ നമ്പർ ഇടണം, എന്നാലത് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ കമ്പനിക്ക് തന്നെ സെയിം കമ്പനിക്ക് തന്നെ ഇലക്ട്രിക്കൽ വർക്ക് കിട്ടി, ഫ്ലോറിങ്ങിൻ്റെ വർക്ക് കിട്ടി, പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കിട്ടി, ഇൻറ്റീരിയർ, സീലിംഗ് എല്ലാ വർക്കും ഇവർക്ക് തന്നെ കിട്ടിയതെങ്കിൽ ഇവർ ഓരോന്നിനും എന്ത് ചെയ്യണം, ഓരോ നമ്പർ ഇടണം. ഓക്കെ. നെക്സ്റ്റ് റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ്, ആ ജോബ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ കോസ്റ്റുകളൊക്കെ അങ്ങനെ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് 6th കംപ്ലീഷൻ ഓഫ് ജോബ്, ആ ജോബ് പൂർത്തീകരിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട കരാറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, ആ ജോബ് ഫിനിഷായി കഴിഞ്ഞു. ഓക്കെ. ലാസ്റ്റ് 7th വൺ അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ലാഭമാണോ നഷ്ടമാണോ ആ വർക്കിലുണ്ടായതെന്ന് അവർക്ക് നിർണ്ണയിക്കാൻ പറ്റും, അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ലാഭമാവാം, ചിലപ്പോൾ നഷ്ടമാവാം, അത് രണ്ടും സംഭവിക്കും. അതാണ് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ജോബ് കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കിൽ പറയാനുള്ളൂ. അതോടുകൂടി ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആവണം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരുന്നതിന് ഒരു ചാപ്റ്റർ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ് എന്നുള്ളതായിരുന്നു. അതിൽ 90% സിലബസ് ഉള്ളത് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിലാണ്. ജോബ് കോസ്റ്റിംഗ് എന്നുള്ളതിൽ വളരെ ലളിതമായിട്ടുള്ള കുറച്ച് തിയറി പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ.